ഇന്റർവെൻഷൻ റേഡിയോഗ്രാഫർ, തെറാപ്യൂട്ടിക് റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫർ, ഏത് റേഡിയോഗ്രാഫർ ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് റേഡിയോഗ്രാഫർ ആവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഹൗ ടു ബിക്കം എ റേഡിയോഗ്രാഫർ ആൻഡ് മൈ നെയിം ഈസ് സുചേഷ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ മല്ലു റേഡിയോഗ്രാഫർ. നമ്മൾ ആദ്യം നാട്ടിൽ റേഡിയോഗ്രാഫർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു റേഡിയോഗ്രാഫി കോഴ്സ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ റേഡിയോഗ്രാഫി കോഴ്സ് കഴിഞ്ഞിരിക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +1 +2 കഴിഞ്ഞിരിക്കണം. മിക്ക റേഡിയോഗ്രാഫി കോഴ്സുകളിലും നോക്കുകയാണെങ്കിൽ, മിക്ക റേഡിയോഗ്രാഫി പ്രോഗ്രാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടാവണം മാൻഡേറ്ററി ആയിട്ട്. എന്നാൽ മാത്രമേ മിക്ക BSc റേഡിയോഗ്രാഫി അല്ലെങ്കിൽ BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാംസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് വരും. ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അത് ഡിപ്പെൻസ് ഓൺ ദ പ്രോഗ്രാം, ഏത് BSc പ്രോഗ്രാമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ സെലക്ട് ചെയ്യാൻ പറ്റുക. അതായത് നമ്മളിപ്പം ഒരു റേഡിയോഗ്രാഫർ ആവണം നമ്മളിപ്പം മൈൻഡിൽ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ +2 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ, +1 +2 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടല്ല, ഒരു സ്ട്രീമല്ല നമ്മൾ +1 +2 സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ ഈ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ +1 +2 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചെക്ക് ചെയ്യാനാക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു +1 +2 സ്ട്രീമിൽ നമ്മൾ സെലക്ട് ചെയ്യാനാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീം ആയിരിക്കണം നിങ്ങൾ +1 +2 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയോഗ്രാഫറിൻ്റെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമുക്കിപ്പം റേഡിയോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ട് പല കോഴ്സസ് ഉണ്ട് നാട്ടിൽ അവൈലബിൾ ആയിട്ട്. അപ്പോൾ മെയിൻലി നോക്കുകയാണെങ്കിൽ അതിൽ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, BSc കോഴ്സസ് ഉണ്ട്. അപ്പം പുതിയതായിട്ട് ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് വരുന്നുണ്ട്. അതായത് BScയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ MSc ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചില യൂണിവേഴ്സിറ്റീസൊക്കെ ഇപ്പം പുതിയ കോഴ്സസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഈ 3 കോഴ്സിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഡിപ്ലോമ എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സസ് ആയിരിക്കും മോസ്റ്റ്ലി അങ്ങനെ 2 വർഷത്തെ കോഴ്സ് ഉണ്ടാവാറ്. പിന്നെ ഈ ഡിഗ്രി എന്ന് പറയുന്നത് BSc എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു മുന്നേ. പക്ഷേ ഇപ്പം മിക്ക കോഴ്സുകൾ 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സസ് ആണ് നാട്ടിലുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു +2 കഴിഞ്ഞ ശേഷം ഈ ഒരു BSc അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. മിക്ക കോളേജിൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർ നമ്മൾ എത്ര പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് +1 +2 ഉണ്ടെന്നുള്ളത് നോക്കും. മോസ്റ്റ് ഓഫ് ദ കോളേജസ് ലൈക്ക് 60-70% മാർക്സ് ഉള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. നാട്ടിൽ നിങ്ങളിപ്പോൾ ഈ ഒരു BSc കോഴ്സ് ഗവൺമെൻറ് അണ്ടറിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ BSc എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 years കോഴ്സാണ്. ഡിപ്ലോമ മിക്കുന്ന 2 years കോഴ്സും ഉണ്ടാവുക. പിന്നെ കാര്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 വർഷത്തെ അതേകണക്കെ BSc 4 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങളൊരു റേഡിയോഗ്രാഫർ ആവുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിലായാലും എവിടെയായാലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലൈസൻസിങ് അതോറിറ്റി ഉണ്ടാവും. നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കേരള പാരാമെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്താൽ മാത്രമേ നാട്ടിൽ കേരളത്തിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ നാട്ടിൽ പഠിച്ചിറങ്ങിയ ഒരു റേഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കേരള പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ജോബിന് കയറാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ നാട്ടിലല്ല, കേരളത്തിലല്ല, ഇപ്പം വേറൊരു നാട്ടിലിപ്പം കർണാടകത്തിലാണ് അല്ലെങ്കിൽ ഡൽഹിയിലാണെന്നൊക്കെ ആണെങ്കിൽ അവിടെയുള്ള പാരാമെഡിക്കൽ അസോസിയേഷൻ ഏതാണോ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഏതാണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അവരുമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു കോഴ്സ് എടുക്കേണ്ട, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റേഡിയോഗ്രാഫർ ആവുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ റേഡിയോഗ്രാഫർ ആയി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. എന്താണ് റേഡിയോഗ്രാഫറിൻ്റെ ജോബ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ജോബ് ഓഫ് റേഡിയോഗ്രാഫർ എന്നുള്ളത്. അപ്പം നിങ്ങളത് ഇതുവരെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് എന്താണെന്ന് വണ്ടടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. തിരിച്ച് നമ്മൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, നാട്ടിലൊരു ലൈസൻസിങ് അതോറിറ്റിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ നാട്ടിലെ പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ
നാട്ടിൽ റേഡിയോഗ്രാഫറായി കുറച്ച് കാലം നാട്ടിൽ വർക്ക് ചെയ്ത് ഇനിയിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകാൻ നോക്കുകയാണെങ്കിൽ സപ്പോസ് ഇപ്പോൾ യു കെയിലേക്ക് വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മോസ്റ്റ്ലി നമ്മൾ യു കെയിലേക്കുള്ള അല്ലെങ്കിൽ യു കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ സപ്പോസ് യു കെയിലേക്കുള്ള റേഡിയോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ നാട്ടിൽ റേഡിയോഗ്രാഫി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നാട്ടിലെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാനാണെങ്കിൽ യു കെയിലുള്ള ഒരു റെഗുലേറ്ററി കൗൺസിൽ അല്ലെങ്കിൽ റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. അതായത് നമ്മളുടെ റേഡിയോഗ്രാഫേഴ്സിൻ്റെ റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. അതാണ് ഈ HCPC വരുന്നത്. HCPC എന്ന് പറയുന്നത് അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഈ HCPC അണ്ടറിൽ റേഡിയോഗ്രാഫേഴ്സ് മാത്രമല്ല ഒരുപാട് അലൈഡ് ഹെൽത്ത് ആൻഡ് പ്രൊഫഷണൽസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഈ ഒരു ബോർഡാണ് HCPC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. ആ ഒരു രജിസ്ട്രേഷനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലാണ്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും.